വീണ്ടും ഫ്രീ ഫയർ ആയിട്ടാണ്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഇതൊക്കെ നോക്കാം. നമുക്ക് ഇതെന്തൊക്കെയാണ് ഇതിലിപ്പോൾ ഇതെന്തിന് നറൂട്ടോ ഇവൻ്റാണ് നടക്കുന്നത്. അതിലാണ് കുറേ നറൂട്ടോ ഇവൻ്റ് സംഭവമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡെയിലി ടാസ്ക് കൊണ്ട് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ കിട്ടും. അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് അതിന് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കിട്ടൂല. അപ്പോൾ ഇവിടെ പ്രോഗ്രസ്സിൽ പോയിട്ട് അവിടെ 54 എൻ്റെ ഇരിപ്പുണ്ട്. 50 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സാധനം, ഒരു തവള പോലത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയത് ഈ സാധനം. അപ്പോൾ അത് BR ഉപയോഗിക്കാൻ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വേറെ ഏതാണ്ട് ഇത് കിട്ടും. ഇത് മീൻസ് മറ്റേ സാധനം ലൂട്ടും ഇതുപോലത്തേക്ക്. പിന്നെ ഇത് വീണ്ടും അത് തന്നെ. ഇതാണ് ബണ്ടില എന്തോ ഗൺസിൻ്റെ ഗണ്ണാണ്. ഇവിടെ ബണ്ടിലാണ്, ഈ ബണ്ടിലാണ് കിട്ടണത്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ 24 മണിക്കൂറത്തേക്ക് ഒരു ഇമോട്ടും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഗൈസ് ഇതാണ് ഇമോട്ട്. ഞാൻ ഒട്ടായിട്ട് ഫ്രീ ആയിട്ട് തന്ന ഇമോട്ടാണ് നമുക്കിത്. നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോണത് BR ആണ്. CS ഹോണർ സ്കോർ കുറവാണ് നമുക്ക്. ഇനി ഒന്നുകൂടെ എടുക്കണം. ഒരു CS കൂടെ കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെ ഒരു BR കൂടെ കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ശരിയാവും. അപ്പോൾ നമുക്ക് BR സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് BR സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഹെഡ് തണ്ടർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് പുതിയൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു മാപ്പ് പോലത്തെ തന്നെ. ഇത് ഇപ്പോഴത്തെ ഇവൻ്റ് കഴിയുമ്പോൾ പോകുമായിരിക്കും. കാരണം നറൂട്ടോൻ്റെ ഇവൻ്റ് കഴിയുമ്പോൾ പോകുമായിരിക്കും. ആ സംഭവമാണിത് ഗൈസ്. ഈ തവളയാണ് ഞാൻ പറഞ്ഞത്. ഈ തവള എൻ്റെ കയ്യിലുണ്ട്. ഞാനും ഇട്ടാം. അപ്പോൾ എൻ്റെ കയ്യിൽ 5 എണ്ണം ഉണ്ട്. ഞാൻ 1 ഇവിടെ ഇട്ട്, പിന്നെ 1 മാത്രം ഇട്ടാൽ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ എടുത്തു നോക്കാം. എനിക്ക് തന്നെ 20 FF കോയിൻസ് കിട്ടിയിട്ടുണ്ട്. FF കോയിൻസ് മീൻസ് ലോബി കിട്ടുന്ന ആ സാധനം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നറൂട്ടോ ഇവൻ്റ് ഇതിന് ബന്ധപ്പെട്ട് നറൂട്ടോ ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ അതിൽ കാണിച്ച ഒരു മൃഗം. ക്യാരക്ടറിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്ക് നറൂട്ടോ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ക്ലോക്ക് ടവറിൽ അല്ലെങ്കിൽ ഫാക്ടറിയിലാണ് ഞാൻ ഇറങ്ങണത്. എപ്പോഴും ഇതിൽ രണ്ടിലായാലും ഒന്നിൽ ഇറങ്ങും. അപ്പോൾ നമുക്ക് ക്ലോക്ക് ടവറിൽ ഇറങ്ങാം. ക്ലോക്ക് ടവറിൽ ഇറങ്ങിയാൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇത് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഇതുവല്ലതും കിട്ടുമോ നോക്കാം. ഞാൻ മെയിനായിട്ട് കണ്ട് ഇവിടെ ഒരു വീടുണ്ട്. അതിൻ്റെ മണ്ടേന്നാണ് ഇത് എനിമീനെയൊക്കെ എനിക്ക് കൊല്ലാൻ പറ്റും. കൊല്ലാനല്ല, അല്ലാതെയും പറ്റും. പിന്നെ ഞാൻ മെയിനായിട്ട് അങ്ങനെ കയറി കൊല്ലണം. നമുക്കൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഇപ്പം രണ്ടാമതായിട്ട് തോക്ക് നമുക്ക് ആവശ്യമില്ല. അതിന് നമുക്കെടുത്ത് ഇവിടെ കളയാം. അതുകൊണ്ട് കാണാൻ തോക്ക് എന്ത് തോക്കാണ് എന്തോ എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ഗൈസ് നമുക്ക് തോക്കൂടെ കിട്ടി. പിന്നെ അങ്ങോട്ട് ഗൈസ് ആ വീടിൻ്റെ മണ്ടേ തന്നെയാണ്. നമുക്കിവിടെ ഇരുന്ന് നൈസ് മെഡിക്കറ്റൊക്കെ അടിച്ചിട്ട് ബാക്ക് വഴി കറങ്ങി അങ്ങോട്ട് പോവാം. നമുക്കൊന്ന് ഹെൽത്ത് ഫുള്ളാക്കിയിട്ട് പോവാം. ഹെൽത്ത് ഫുള്ളാക്കട്ടെ ഗൈസ്. നൈസ് ഈ വഴി ആരും കാണാതെ ഓടി അങ്ങ് തള്ളാം. ഓടി തള്ളിയിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ തന്നെ വീണ്ടും പോയി സ്പോണാവാൻ മീൻസ് അവിടെ തന്നെ നമ്മൾ വീണ്ടും പോവുള്ളൂ. ഇവിടെ എവിടെ FF കോയിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്. FF കോയിൻ ഉണ്ട്. എനിമി ഒരു കില്ല്. കുത്തിപ്പിടിച്ചാണ് ഞാൻ കില്ലൊക്കെ എടുക്കണത്. ഞാൻ തന്നെ പറയണതല്ലേ നല്ലത്, കുത്തിപ്പിടിച്ചാണ് ഞാൻ കില്ലെടുക്കണേന്ന്. അല്ലാതെ നിങ്ങളെന്നെ കണ്ടുപിടിക്കണതിന് വരെ ഞാൻ പറഞ്ഞു തന്നാൽ പോരായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാനിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഈ പാനൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല.
ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് ഇവിടെ. നമുക്ക് ഞാൻ കൊന്നവൻ്റെ ലൂട്ട് നൈസായി പോയി എടുക്കാം. 72 P90 ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി വേറെ അവിടെ ഉണ്ട്. ഇവിടെ എനിമി ഉണ്ട്. അവിടെ മേളിൽ നല്ല ഫൈറ്റ് കിടപ്പുണ്ട്. അപ്പം ചെന്ന് ക്യാരി നോക്കാം. മിക്കവാറും ഞാൻ തന്നെ ചാവാൻ ചാൻസ് ഉള്ളൂ. മേളിലാണ്. ഞാൻ ചത്തിട്ടുണ്ട്. 2 കില്ല് ഞാൻ എടുത്തിട്ട് ഞാൻ ചത്തിട്ടുണ്ട്. നമുക്കിനി ലോബിൽ പോവാം. രണ്ട് കില്ലാണ് എടുത്തത്. ഇവിടെ ഒന്ന് ഒരുത്തിന് 1 കില്ല ഗൈസ്. അപ്പം മറ്റേ കില്ല് അവ എടുത്തെന്ന് പറഞ്ഞാൽ സ്നൈപ്പർ മീൻസ് സ്കോപ്പ് ചെയ്താണ് അടിച്ചത്. കിട്ടിയില്ല. ഞാൻ വിചാരിച്ച് കിട്ടുമെന്നാണ്, പക്ഷേ കിട്ടിയില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഡെയിലി ടാസ്കിലൂടെ വന്നിട്ട് ബ്ലാക്ക് ഡോട്ട്. ഇപ്പോൾ എനിക്ക് 6 ഇത് കിട്ടി. ഞാൻ ക്ലൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട്. അതിനി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ കയറും. പക്ഷെ ഞാനിപ്പോൾ കൊടുക്കണില്ല. അവസാനം കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. പഴയ നമ്മളതിൽ ആരെങ്കിലും ഉണ്ടാകാൻ നോക്കാം. ആരും ഇല്ല, എനിക്കറിയാന്നുള്ള ആരുമില്ല. ബാക്കിയെല്ലാം ഹിന്ദിക്കാരന്മാരൊക്കെയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഈ പുതിയ അക്കൗണ്ടിൻ്റെ UID ഇതാണ്. UID താണ്ട് 100 45 32 75 86 ആണ് എൻ്റെ UID. നമുക്ക് അടുത്ത CS കളിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ CS കളിക്കാൻ പറ്റും. നമുക്ക് CS പോവാം. CS അവിടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് വന്നിട്ടുണ്ട് അത്. ഗൈസ് വെച്ചാൽ സൗണ്ട് കുറയ്ക്കാം. ഗൈസ് അപ്പോൾ സൗണ്ടും എല്ലാം കുറച്ചിട്ടുണ്ട്. സൗണ്ട് കുറച്ചാലേ, കാരണം ഞാൻ 2 വീഡിയോ എടുത്തു, പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും സൗണ്ട് ഞാൻ നല്ല സൗണ്ട് വെച്ചിട്ടാണ് കളിച്ചത്. അപ്പം മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടാണുള്ള. അപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വെച്ചാൽ ഗൈസ്. ഇപ്പം മറ്റേ സാധനം വേറെ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കൈര പടമുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായിരുന്നു ഉപയോഗിച്ച് നോക്കണം ഗൈസ്. അങ്ങനെ അവരെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവരറിഞ്ഞത് പോലുമില്ല. അങ്ങറ്റത്ത് ഒരു ഗേള് നിൽപ്പുണ്ട്. നമുക്ക് എങ്ങനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് ബ്ലഡ്, പക്ഷെ ഫസ്റ്റ് കില്ല് അത് തന്നെ പോയി ചത്ത്. ഗൈസ് നമ്മൾ ജയിച്ച്. എനിമിയെ പോലും കണ്ടില്ല ഗൈസ്. ഇനി മുമ്പേ ഞാൻ ജയിച്ച്. ഗൈസ് അടുത്ത പ്രാവശ്യം ഈ കളിക്ക് നമുക്ക് കില്ലൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ നല്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 267 ആയിട്ടുണ്ട്. അടുത്ത സംതിങ്ങൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ 3 കില്ല് എടുത്തിട്ട് ഒരാൾ മറ്റേ സോണിൽ പോയി ഔട്ടായതാണ്. ഗൈസ് ഇതായിരുന്നു അത് മറ്റേ ഞാൻ കാണിച്ചത്. ഗൈസ് എൻ്റെ ടീമിൻ്റെ ഡയറക്റ്റ് കയറി പോയിട്ടുണ്ട്. ഞാൻ ഈ വീടിൻ്റെ ടോപ്പിൽ കയറാൻ പോവുകയാണ്. ഗൈസ് ടോപ്പിൽ കയറിയിട്ട് കാര്യം ഇല്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷേ കാര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടോപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അയ്യോ താഴെ തന്നെ വീണ്. ഗൈസ് ഒരു ഞോക്ക് കുത്തിപ്പിടിച്ചൊരു ഞോക്ക്. ഗൈസ് അവസാനത്തെ കില്ല് ഞാൻ തന്നെ പൊക്കി. അവസാനത്തെ എനിമി ഞാൻ തന്നെ പൊക്കി. അയ്യോ ഗൈസ് ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ആ മാപ്പായിരിക്കും, പക്ഷേ ഇപ്പോൾ മാപ്പ് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കണ്ണെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഹെൽമെറ്റും ഇതൊക്കെ വെസ്റ്റൊക്കെ സെറ്റ് ചെയ്താൽ മതി.
ഗൈസ് അപ്പം ഞാൻ ഒരു കില്ലും നമ്മളെ ടീം മൊത്തത്തിൽ 8 കില്ല് അല്ലേ ആ പക്ഷേ 7 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഗൈസ് ആണ്ട് ഇവിടെ എനിമിയുണ്ട്. ഈ വീട്ടിൻ്റെ ഇവിടെ എനിമിയുണ്ട്. ഞാൻ കണ്ട് ടോപ്പ് ഗൈസ് എൻ്റെ കില്ലാരത്ത് കൊണ്ടുപോയി. ഗൈസ് ഞാൻ മേളിലൊരു കില്ലിട്ട് കൊടുത്ത് കില്ലിട്ട് കൊടുത്തെന്ന് കില്ല് ഷേ ഗൈസ് മേളിൽ വ്യൂ ഇട്ട് പെട്ട്. അവിടെ അതിനുണ്ടാ നോക്കാം ഇടിച്ചു പൊട്ടിക്കാൻ. ഗൈസ് നമുക്ക് പോവാം. ഗൈസ് ഇപ്പം ഈ സാധനം എന്തെങ്കിലും എഴുതി കാണിക്കും. ഇവിടെ എഴുതി കാണിക്കും മീൻസ് വന്ന് വീട് നമുക്ക് കിട്ടും എന്തെങ്കിലും. ഇത് തന്നെ എന്തൊക്കെയൊക്കെയോ കിട്ടി നമുക്ക്. ഗൈസ് ഈ വീടിൻ്റെ ടോപ്പിലുണ്ട്. ഞാൻ കയറി പോകാൻ പോവുകയാണ്. അല്ല അവ ഇറങ്ങി പറഞ്ഞാൽ മിക്കറിയാം വെയിറ്റ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ കയറിപ്പോവും. ഗൈസ് അങ്ങനെ കുത്തി പിടിച്ച് അവനെയും തീർത്തിട്ടുണ്ട്. ഗൈസ് നമുക്കൊരു ഗുഡ് ജോബ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 കില്ലും നമ്മുടെ ടീം മൊത്തത്തിൽ 14 കില്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തോക്ക് കഴിഞ്ഞതിനെ കുറിച്ച് കണ്ടിന്യൂ. അവസാനം നമ്മൾ വല്ല മരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഇതെടുക്കാം. നല്ല വേറെ തോക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് നല്ല പൈസയും കിട്ടും. അപ്പോൾ നല്ല കോയിൻസൊക്കെ സെറ്റാവും. ഗൈസ് ഈ വീടിൻ്റെ വണ്ടി കയറിയിട്ട് എനിക്ക് കാര്യമുണ്ട്. ഈ വീടിൻ്റെ വണ്ടിയിൽ കയറിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു ഹെഡ് എങ്ങനെയെങ്കിലും ഓവർക്ക് കിട്ടിയത്. അതാരെയും ഞാൻ തന്നെ മരിക്കും. ഒരു എനിമി അവിടെ നിന്ന് പറഞ്ഞുണ്ട്. ഗൈസ് ഒരു നോക്ക്. ഗൈസ് പൊട്ടന്മാരാണെന്ന് തോന്നുന്നു. ഞാൻ ഒരുത്തിനെ കണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അവനെ പിടിക്കാം. നമ്മുടെ ടീമേറ്റിനെ പൊക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ മരിച്ചു ഓൾറെഡി. അവൻ ആണാണോ പെണ്ണാണെന്നൊന്നും അറിഞ്ഞൂടാ. പൊങ്ങുമെങ്കിൽ ഒറ്റ അടി അവനെ തലയടിച്ച് ഞാൻ ഇപ്പോൾ പൊട്ടിക്കും ഗൈസ്. മിക്കവാറും ഇപ്പോൾ ഇറങ്ങും ഗൈസ്. അവ അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അവൻ ഇപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചു അവനായിരിക്കും. അവൻ വീട്ടിനകത്തുണ്ട്. അവിടെ ഇരിക്കും. അതായിരിക്കും ഗൈസ്. ഞാൻ തന്നെ 6 കില്ല്. അപ്പോൾ ഗൈസ് നമ്മൾ ഇമോട്ടിട്ട് വിറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ നറൂട്ടോ വരെ ഒരു ബണ്ടിലിൻ്റെ നമുക്കൊരു ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഹെഡ് മീൻസ് ഒരു തലയിലെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് നേരത്തെ കിട്ടിയതാണ്, പറയാൻ മറന്നുപോയി. നമ്മൾ 2 അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ സ്റ്റാറൊന്നും കിട്ടിയില്ലെങ്കിൽ പ്ലാറ്റിനം 2 ആക്കായിരുന്നു. ഹെഡ് തണ്ടറാണ് നമുക്ക് കിട്ടിയത്. ഹെഡ് തണ്ടറാണ് നമ്മളതിൽ കിടക്കണത്. ഗൈസ് നോക്കാം നമുക്ക് വേറെ വല്ലതും ഇതും കിട്ടിയാന്ന്. ഗൈസ് അപ്പോൾ വീണ്ടും ഇതിൽ ഡെയിലി ടാസ്ക് വന്നോടൊപ്പമുണ്ട്. ഡെയിലി ടാസ്കിൽ വീണ്ടും 6 എണ്ണം നമുക്ക് കിട്ടി. ഇപ്പോൾ തന്നെ 16 എണ്ണമായി. 16 എന്ന് പറയുമ്പം ഇതിലിപ്പം ഇപ്പോൾ 70ഒക്കെയാവും. 100 കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സംഭവമൊക്കെ കിട്ടും. അപ്പോൾ ഗൈസ് നമുക്ക് ബുഗായ് പാസിൽ എന്തെങ്കിലും വന്നോടൊപ്പമുണ്ട്. ഓ ഗൈസ് ഇപ്പോൾ നമുക്ക് ബുഗായ് പാസിൽ മറ്റേ ഡയമണ്ട് പോലത്തെ ചെറിയ സാധനം കിട്ടി. ഓക്കെ. അപ്പോൾ ഒരു സ്കാറിൻ്റെ സ്കിന്നും കിട്ടി. ആ ഡയമണ്ട് പോലത്തെ സാധനവും കിട്ടി. നമുക്ക് വാലിറ്റി പോയിട്ട് അത് മാറ്റാൻ പറ്റുമോ? അതേഴ്സിൽ പോയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യണം. നമുക്കിത് സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്. അല്ലെങ്കിൽ കിട്ടാമെന്ന് നോക്കാം. ഇത് ഈ ടോക്കണാണ് കിട്ടിയ. വീണ്ടും 2 ടോക്കണാണ് കിട്ടുക. ആ 2 ടോക്കൺ വെച്ചല്ല 3 ടോക്കൺ വെച്ച് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ നോക്കാം. ആരൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. 150 ടോക്കൺ നറൂട്ടോര 200 ഉണ്ടായിരുന്നു. നമുക്കൊരു ബണ്ടിലൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഫ്രീ സ്പിൻ നമുക്ക് ഒരെണ്ണം കിട്ടി. നറൂട്ടോര ഇത് ഫ്രീ സ്പിൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഫ്രീ സ്പിൻ ചെയ്ത് കൊടുക്കാം. മിക്കവാറും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, മറ്റേതായിരിക്കും കിട്ടുന്നത്. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ 3 ഒന്നും കിട്ടും നമുക്ക്. ഗൈസ് അത് തന്നെ വീണ്ടും നമുക്കത് തന്നെ കിട്ടിയേക്കണേ. എക്സ്ചേഞ്ച് ചെയ്യാൻ 6 ഉണ്ട്. പക്ഷേ 150 ഉണ്ടായിരുന്നു, നമുക്ക് അതുപോലെ എടുക്കാമായിരുന്നു. വേറെ വല്ലതും ഫ്രീ സ്പിന്ന് വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. നമുക്ക് ഇതിനായി ഇന്നലെ ചെയ്തതാണ് ഫ്രീ സ്പിന്ന്. ഗൈസ് വേറെ ഒന്നിനും ഫ്രീ സ്പിന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ മറ്റേ വലിയ ഡയമണ്ട് ഉണ്ട്. വലിയ ഡയമണ്ട് ചെറുത് 100 ഉണ്ടെങ്കിൽ വലിയ ഡയമണ്ട് അതിൽ നിന്ന് 100 കിട്ടും. അതിൽ നമുക്ക് ഈ ബണ്ടിൽ ഏതെങ്കിലുമൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെ എല്ലാ സാധനവും ഇല്ല. നമുക്ക് ഡെയിലി സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എപ്പോഴും എനിക്ക് പൈസയാണ് കിട്ടണം. ഇപ്പോൾ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റിയ ഈ ചുവപ്പുള്ള സാധനം എത്ര ഉണ്ടെന്ന് നോക്കാം. 69 അല്ലേ? അപ്പോൾ ഗൈസ് നമുക്ക് 68 അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ഇതും വാങ്ങിക്കാം. ഓക്കെ കൊടുക്കാം. ഒരു ഇതും വാങ്ങിക്കാം. പിന്നെ 8 കൂടെ 8 വല്ലതും ഉണ്ടാന്ന് നോക്കാം ഗൈസ്. നമുക്ക് 8 ഒന്നുമില്ല ഇതിനകത്ത്. ഇത് നമുക്ക് 0. ഇതിനകത്ത് നമുക്ക് 2 വല്ലതും കിട്ടുമോ നോക്കാം. 2 ഉണ്ട് FF മറ്റേ ടിക്കറ്റ്. ഇനി നമുക്ക് നേരെ ഇതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇത് യൂസ് ചെയ്യാം. എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഗൈസ്. ഇതിൻ്റെ ഒരു സ്കിന്നാണ് കിട്ടിയ, ഒരു കണ്ടി സ്കിന്നാണ് കിട്ടിയ. അടുത്ത് നമുക്ക് ഗോൾഡ് ഇറക്കാം. അയ്യോ ഗോൾഡ് എവിടെ ഗൈസ്? ഗോൾഡ് എവിടെ കിടപ്പുണ്ട്? നമുക്ക് ഗോൾഡ് എടുക്കാം. 2 ഗോൾഡാണുള്ള, ഒന്നും കിട്ടൂല. അപ്പോൾ ഗൈസ് നമുക്ക് പേര് മാറ്റമുള്ളതും ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മറ്റേ വല്ല നെറ്റ് നോക്കാം. 1000-നാണ്. അപ്പോൾ നമുക്ക് കുറേ FF കോയിൻ അങ്ങ് നിരത്തി വാങ്ങിക്കാം. എത്ര പറ്റുള്ളൂ? ഒരു 130 രൂപയും കൂടെ ഉണ്ട്. അതുകൊണ്ടെങ്കിൽ നമുക്ക് എന്തോന്ന് വാങ്ങിക്കാം. ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. വീണ്ടും നമ്മളിത് യൂസ് ചെയ്യാൻ പോവുകയാണ്. ചുമയാണ് ഗൈസ്. നമുക്കിങ്ങനെ പയ്യെ നോക്കാം എന്തെങ്കിലും കിട്ടുമോ. ചിലപ്പോൾ ലക്കിന് വല്ലതും കിട്ടും. കാരണം 9 ഉണ്ട് നമുക്ക്. ഇനിയിപ്പോൾ 4 5 എന്തെങ്കിലും ഉള്ളൂ. ഓ ഗൈസ് നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു ഡ്രസ്സ്. ഗൈസ് ഇനി നമ്മളതിൽ 4 കൂടെ ഉണ്ട്. ഒന്നുകൂടെ ചെയ്ത് നമുക്ക് വല്ലതും കിട്ടുമോ നോക്കാം. ഈ ബാഗ് ഉണ്ട്. ബാഗ് മറ്റേ സാധാ ബാഗാണത്. ഗൈസ് നമുക്കൊന്നും കിട്ടണില്ല. എന്തെങ്കിലും കൺഗ്രാജുലേഷൻസ് കിട്ടണില്ല. ഗൈസ് ഒരു പാരഷൂട്ടിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് ഇവിടെ തീർന്നിട്ടുണ്ട്. നമ്മളെ കോയിൻസ് ഇവിടെ തീർന്നിട്ടുണ്ട്. നമുക്കിത് എന്തൊക്കെ കിട്ടാനുണ്ടെന്ന് നോക്കാം. ഗൈസ് നമുക്കിനി ഈ ബണ്ടിൽ കിട്ടാറുണ്ട്. അതർ പ്രൈസിൽ നിന്ന് ഗ്രാൻഡ് പ്രൈസിൽ നമുക്ക് ഈ ബണ്ടിൽ, അതർ പ്രൈസിൽ നിന്ന് ഇനി 2 ഇമോട്ട്, ഒരു ഗേൾസിൻ്റെ ഒരു പാൻറ്റ്, ഒരു ടീഷർട്ട്, ഒരു ജീപ്പ്, ഒരു എന്തെങ്കിലും ഒരു ബാഗ്, 2 ബാഗ്, 3 ബാഗ്, പിന്നെ ഒരു ലൂട്ട് ബോക്സ് ഒരെണ്ണം, പിന്നെ 2 മറ്റേ മറ്റേ ആകാശത്തിൽ ഇറങ്ങി വന്ന ആ ബോർഡിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആ ബോർഡും, പിന്നെ 2 പാരഷൂട്ട്, പിന്നെ ഒരു പ്രൊഫൈല്, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് കളക്ഷൻസിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഈ പാരഷൂട്ട് 2 കിട്ടി. നമുക്ക് ഈ പാരഷൂട്ട് ഇടാം. ഇപ്പം ഡൗൺലോഡായി വരണുണ്ടോ പാരഷൂട്ട്? ഭയങ്കര പാട് ഡൗൺലോഡായി വരാൻ. നമുക്ക് അമർത്തി നോക്കാം.
അപ്പോൾ ഗൈസ് ഞാൻ ഈ ഗേളിൻ്റെ ക്യാരക്ടർ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ വലിറ്റി പോയിട്ട് നമുക്ക് ഈ സംഭവം ഒന്ന് നോക്കാം. ഈ ഒരു ഹെഡിൻ്റെ ഒരു സംഭവമാണ്. ഒരു തലയിലൂടെ പീലിയൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. നോക്കാം. ഡൗൺലോഡായി പറഞ്ഞത് ശകലം നെറ്റിൻ്റെ മാറിയാണ് നമ്മളിരിക്കുന്നത്. അപ്പം ഇത് 81 100 അപ്പം ഇതാണത്. നമുക്ക് ഈ ഡ്രസ്സ് ഇടാം, മാറ്റി ഇത് ഇടാം.
ഇത് ഏതിലൊക്കെ ഇടാം. ഡ്രസ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് പിന്നെ ഒരു ഇതുകൊണ്ട് ഒരു 4 ദിവസത്തേക്ക് അതിപ്പോൾ കിട്ടിയതാണ് നമുക്ക്. ഇതുകൊണ്ട് ഇത് അല്ല ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ ഒരു ഫുൾ കോസ്റ്റ്യൂം നമ്മളതിൽ ഒരു 2 തൊപ്പിയും കൂടെ കിട്ടിയാൽ എല്ലാം ശരിയാക്കാം. പക്ഷെ തൊപ്പി നമുക്കില്ല. നമുക്ക് ആ കോസ്റ്റ്യൂം ഇത് കോസ്റ്റ്യൂം എല്ലാം അതിൽ വന്നിട്ടുണ്ടാവും കോസ്റ്റ്യൂം നമുക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് ആ കോസ്റ്റ്യൂം. പക്ഷേ തൊപ്പിയും കൂടെ വേണമായിരുന്നു. തൊപ്പിക്ക് വരെ ഞാൻ ഇപ്പോൾ വേറെ അതിൽ കിടന്നുറങ്ങണം എടുത്തിട്ടേക്കണം. ഇതും കൊള്ളാം. കാല് ഒടിഞ്ഞ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ഗൈസ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അതിന് മുമ്പേ നമുക്ക് മിഷൻസിൽ എന്തോ ഒന്ന് നടക്കണം. നമുക്ക് അതുകൂടെ ഒന്ന് എടുക്കാം. എനിക്കത് ബുവേ പാസിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ബുവേ പാസിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു സ്കാറിൻ്റെ നേരത്തെ കിട്ടിയ സ്കാറിൻ്റെ സ്കിന്നി തന്നെ വീണ്ടും കിട്ടി. നമുക്കൊന്ന് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് നമ്മളെ വെപ്പൺസിൻ്റെ ഒരു ഇതുകൂടെ നോക്കാം. നമുക്ക് ഇത് ഫാമസിൻ്റെ മറ്റേ നേരത്തെ കിട്ടിയ ഒരു സ്കിന്നുണ്ട്, അത് ഡ്രോപ്പ് ചെയ്യാം. എൻ്റെ സ്നൈപ്പറിന് ഒരു കാർ 98Kയിൽ ഒരെണ്ണം ഉണ്ട്. അതിനെ ഈ തുക ഉപയോഗിക്കാറ് പോലും VR കിട്ടിയതാണ്. പിന്നെ ഇത് കിട്ടിയിട്ട് കാര്യമൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ M4A1 കളക്ഷൻസ്. ഇതെൻ്റെ AK-47 അത് ഒന്നേ ഉള്ളൂ. പിന്നെ ഇത് സ്കാറിലുള്ള 6 ദിവസം. പിന്നെ ഇത് ഫാം ഹൗസിലുള്ള. പിന്നെ വേറെ UMPക്കൊക്കെ ഉണ്ടായിരുന്നു സ്കിൻ. അത് മറ്റേ ഡേയ്സ് വെച്ചായിരുന്നു, അത് പോയി. പിന്നെ സ്നൈപ്പറിന് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നിനും ഇല്ല. പിസ്റ്റലിനും ഇല്ല. പിസ്റ്റലിന് മീറ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിന് ഒരെണ്ണമുണ്ട്, ഡ്രോപ്പ് ചെയ്യാം. ഇത് വേണ്ട, ഇത് ശരിയാവില്ല. ഇത് നമുക്ക് തോക്കി തന്നെ വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കൊരു ഇത് തന്നെ ഇട്ടയക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.